ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിയാൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രിഫിക്സ്, നൊട്ടേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇൻഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ മിഡിൽ വരുന്നതിനാണ് ഇൻഫിക്സ് പറയുന്നത്. അതേസമയം പോസ്റ്റ്ഫിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ലാസ്റ്റ് വരുന്നതാണ്. പ്രിഫിക്സ് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഫസ്റ്റ് വരിക. ഈ ഓപ്പറേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, എവിടെ വരുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രിഫിക്സ് പറയുന്നത്. ഈ മൂന്ന് നൊട്ടേഷനിൽ നമുക്ക് എല്ലാ എക്സ്പ്രഷനെയും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പിന്നെ പ്രിഫിക്സിനെ കുറിച്ച് പറഞ്ഞില്ലേ. പ്രിഫിക്സ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ സ്റ്റാക്കിലോട്ട് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ വെച്ചിട്ട് ഇൻഫിക്സിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് പോസ്റ്റ്ഫിക്സ്, ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിയാൽ നമുക്ക് അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ അൽഗോരിതമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് റീഡ് ദ എലമെന്റ്. നമുക്ക് ഒരു സ്ട്രിംഗ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രഷനെ റീഡ് ചെയ്യുന്നത്. എക്സ്പ്രഷനെ സ്ട്രിംഗ് ആയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫസ്റ്റ് എലമെന്റിനെ എന്ത് ചെയ്യുക, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരക്ടറിനെ നമ്മൾ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് ക്യാരക്ടർ റീഡ് ദ എലമെന്റ് ആണ് പറയുന്നത്. അപ്പൊ ഒരു എലമെന്റ്, ഫസ്റ്റ് എലമെന്റിനെ എടുക്കുക. എടുത്തതിന് ശേഷം അത് ഓപ്പറന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഓപ്പറന്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. മനസ്സിലായോ? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓപ്പറന്റ് ആണെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂ, അതായത് എക്സ്ട്രാക്ട് ചെയ്യുന്ന എലിമെന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പുഷ് ചെയ്ത സ്റ്റാക്കിൽ നിന്നും 2 ഓപ്പറൻസിനെ എടുക്കുക. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ടോപ്പിൽ നിന്നാണ് പോപ്പ് ചെയ്യുന്നത്, അല്ലെ? പോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ പുഷ് ചെയ്ത ഓപ്പറൻസിൽ നിന്നും 2 എണ്ണത്തിനെ പോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടോപ്പിലിരിക്കുന്ന 2 എണ്ണമാണ് പോപ്പ് ചെയ്ത് കിട്ടുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ നമുക്ക് പറഞ്ഞിട്ടുള്ള ഓപ്പറന്റ് ഏതാണോ ആ ഓപ്പറേഷൻ അവിടെ ചെയ്യാം. ഇപ്പൊ പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യാം, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം ആ റിസൾട്ട് കിട്ടുമല്ലോ, ആ റിസൾട്ടിനെ വീണ്ടും സ്റ്റാക്കിലോട്ട് എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. മനസ്സിലായോ? പിന്നെ വരുന്നത്, ഇപ്പൊ സപ്പോസ് നമ്മൾ റീഡ് ചെയ്ത് ലാസ്റ്റ് എത്തിയെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ റിസൾട്ട് എക്സ്പ്രഷനിൽ എലമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ലാസ്റ്റ് ഇപ്പം സ്റ്റാക്കിൽ കിടക്കുന്ന എന്താണോ അതായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ എലമെന്റിനെ പോപ്പ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സ്റ്റാക്കിന് എക്സ്പ്രഷന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇനി അതല്ല, നമുക്കിപ്പോ എലമെന്റ് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും ഈ സ്റ്റെപ്പ് 1 പോയിട്ട് വീണ്ടും ഒരു എലമെന്റിനെ എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത എലമെന്റ് ഓപ്പറന്റ് ആണോ നോക്കുക. ഓപ്പറന്റ് ആണെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ ആണെങ്കിൽ 2 ഐറ്റത്തിനെ പോപ്പ് ചെയ്യുക. ഓപ്പറേഷൻ എന്താന്ന് വെച്ചാൽ ചെയ്യുക, തിരിച്ച് റിസൾട്ടിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ട്രിങ്ങിന്റെ എൻഡ്, പോസ്റ്റ്ഫിക്സ് സ്ട്രിങ്ങിന്റെ എൻഡ് ആകുന്നിടം വരെ ഈ സംഭവം കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലാവും? എൻഡ് ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് പുറത്തു വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ കമന്റ് ചെയ്യാനും മടി കാണിക്കരുത്. കാരണം ഇതിനകത്ത് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കമന്റിന്റെ കാര്യം പറയുന്നത്. പിന്നെ അതുകൂടാതെ പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഡാറ്റ സ്ട്രക്ചർ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ കറക്റ്റ് കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും, പ്രോഗ്രാം പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇത് ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോസ്റ്റ്ഫിക്സ് സ്ട്രിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 4 2 into 6 5 പ്ലസ് 4 മൈനസ് പ്ലസ് പിന്നെ എന്താണ്, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാക്ക് വേണം എന്ന് പറഞ്ഞു നമ്മൾ, അല്ലെ? അപ്പൊ നമുക്ക് ഒരു സ്റ്റാക്ക് എടുക്കാം. ഓക്കെ, ഒരു സ്റ്റാക്ക് എടുത്തു. ഈ സ്റ്റാക്കിലോട്ട് നമ്മൾ ലാസ്റ്റ് വരുന്ന എന്താണ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഫസ്റ്റിൽ ഞാനൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റിനകത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്താണ്, നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്തപ്പോ എന്താ വന്നത്? 4 ആണ് വന്നത്. അതിന് ഞാൻ ഈ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ക്യാരക്ടർ എന്താണ്? 2 ആണ്. അതും ഓപ്പറന്റ് ആയതുകൊണ്ട് വീണ്ടും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, അടുത്തെന്താണ്? ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഓപ്പറേറ്റർ വന്നപ്പോ നമ്മൾ എന്താ പറഞ്ഞേ?
ഇതിൽ നിന്നും 2 എലമെന്റിനെ പോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ വന്ന ഓപ്പറേറ്റർ എന്താണ്? ഇൻഡു ആണ്. അപ്പൊ ഫസ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്തു, സെക്കൻഡ് എലമെന്റിനെയും പോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ പോപ്പ് ചെയ്തപ്പോ ഇവിടെ 2 എലമെന്റ് ഇല്ല അല്ലെ, അത് രണ്ടും പോയി അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ വന്നത്? 4 into 2 വന്നു അല്ലെ. റിസൾട്ട് എത്രയാണ്? നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പോപ്പ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ റിസൾട്ടിനെ വീണ്ടും പുഷ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ്? നെക്സ്റ്റ് ക്യാരക്ടർ എടുത്തപ്പോ അതെന്താണ്? ഓപ്പറന്റ് ആണ് 6. വീണ്ടും അടുത്ത ക്യാരക്ടർ എടുത്തപ്പോ വീണ്ടും ഓപ്പറന്റ് ആണ് 5. നെക്സ്റ്റ് ക്യാരക്ടർ എടുത്തപ്പോ എന്താണ്? പ്ലസ് സിമ്പിൾ ആണ് അല്ലെ. പ്ലസ് സിമ്പിൾ ഇട്ടു. അപ്പൊ ഇതിന് ആദ്യം 5നെ പോപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് 6നെ പോപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ പോപ്പ് ചെയ്തപ്പോ ഇവിടെ ഇനി ഈ എലമെന്റ് ഇല്ല. ഓക്കെ ആണല്ലോ. അതിനുശേഷം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത റിസൾട്ട് എന്ത് കിട്ടി? 11 കിട്ടി. ഈ റിസൾട്ടിനെ വീണ്ടും ഇതിലോട്ട് പുഷ് ചെയ്തു. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. അതിനുശേഷം വീണ്ടും അടുത്ത ക്യാരക്ടർ എടുത്തു, അതൊരു ഓപ്പറന്റ് ആണ്, ഇങ്ങോട്ട് പുഷ് ചെയ്തു. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ക്യാരക്ടർ എടുത്തു, ഓപ്പറേറ്റർ ആണ്. അപ്പൊ എന്താ ചെയ്യാ? ഇത് രണ്ടിനെയും പോപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ മൈനസ് ആണ്, ഫസ്റ്റ് ക്യാരക്ടറിനെ പോപ്പ് ചെയ്തു, അതുപോലെ നെക്സ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്തു. അപ്പൊ ഇതിന്റെ റിസൾട്ട് എത്രയായപ്പോ ഇത് രണ്ടും ഇവിടുന്ന് പോയി അല്ലെ. ഈ 2 വാല്യൂ ഇവിടെ ഇല്ല. അതിനുശേഷം എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ റിസൾട്ട് എത്ര കിട്ടി? 7 കിട്ടി. റിസൾട്ടിനെ വീണ്ടും എന്ത് ചെയ്തു? ഇതിലോട്ട് പുഷ് ചെയ്തു അല്ലെ. നമ്മൾ ഈ മൈനസ് വരെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഇനി അടുത്ത ക്യാരക്ടർ ഏതാണ്? പ്ലസ് ആണല്ലേ. പ്ലസ് എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്? ഇതിൽ നിന്ന് 2 വാല്യൂവിനെ പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 7 വന്നു, അടുത്തത് 8 വന്നു. അപ്പൊ ഈ 2 വാല്യൂ ഇവിടെ ഇല്ല. കണ്ടോ? ഈ 2 വാല്യൂ ഇവിടെ ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെ ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 15 കിട്ടി. ഈ വാല്യൂ ഇവിടെ പുഷ് ചെയ്തു. കണ്ടോ? അതിനുശേഷം ഇവിടെ വരുന്ന എന്താണ്? ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരുന്ന സമയത്ത് അടുത്ത ഓപ്പണിംഗ് വരെയുള്ള വാല്യൂ നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇനി ഇതിനകത്ത് വാല്യൂ സ്ട്രിങ് ഇല്ല അല്ലെ. സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? ഈ ലാസ്റ്റ് വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? പോപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? പോപ്പ് ചെയ്യുമ്പോൾ എന്തായി? നമുക്ക് ഈ എക്സ്പ്രഷന്റെ റിസൾട്ട് ആയി കഴിയും. കണ്ടോ? വളരെ സിമ്പിൾ അല്ലേ ഇത്? ഓരോ ക്യാരക്ടർ ആയിട്ട് എടുക്കുക, അതിനെ ഓപ്പറന്റ് ആണോ ഓപ്പറേറ്റർ ആണോ നോക്കുക. ഓപ്പറന്റ് ആണെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാം. പിന്നെ ഓപ്പറേറ്റർ എടുക്കുന്ന സമയത്ത് 2 വാല്യൂവിനെ പോപ്പ് ചെയ്യുക, ഓപ്പറേഷൻ ചെയ്യുക, റിസൾട്ടിനെ വീണ്ടും പുഷ് ചെയ്യുക. മനസ്സിലായി? അങ്ങനെ സ്ട്രിങ്ങിന്റെ എൻഡ് ആകുന്ന സമയത്ത് ലാസ്റ്റിൽ വരുന്നത് വാല്യൂ റിസൾട്ട് ആയിരിക്കും. ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് ആയിരിക്കും നമുക്ക് ഈ സ്റ്റാക്കിനകത്ത് കാണുന്നത്. അത് നമുക്ക് പോപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ ഇതിന്റെ ഇവാലുവേഷനായി. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായല്ലോ. നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഒരു സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് അതിൽ പുഷ് ആൻഡ് പോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്? സ്റ്റാക്കിലോട്ട് ഓപ്പറൻസിനെ ഒക്കെ പുഷ് ചെയ്യുക. എപ്പോ ഓപ്പറേറ്റർ കണ്ടോ ആ സമയത്ത് 2 ഓപ്പറൻസിനെ പോപ്പ് ചെയ്യുക, അത് ഓപ്പറേഷൻ ചെയ്യുക, റിസൾട്ടിനെ പുഷ് ചെയ്യുക അല്ലെ. അങ്ങനെ ഫൈനലി നമുക്ക് ആ ഇതിനകത്ത് സ്റ്റാക്കിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ആ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും അല്ലെ. അപ്പൊ അതുപോലെ ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് മാനുവൽ ആയിട്ട് നമ്മളിപ്പോ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഇങ്ങനെ പറയണേ ABC ഇൻറ്റു D ഡിവൈഡഡ് ബൈ പ്ലസ് EF മൈനസ് മൈനസ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് മാനുവൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. മനസ്സിലായോ? മാനുവൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോർമലി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുമ്പുള്ള 2 എലമെന്റുമായിട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ ഈ ഇൻഡു എന്ന് പറയുന്നത് എന്താണ്? B into C ക്കാണ് നമ്മൾ ഈ ഇത് കൊടുക്കുന്നത്. കാരണം പോസ്റ്റ്ഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറന്റ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള 2 എലമെന്റിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഇത് വരുമ്പോ എങ്ങനെ എടുക്കും? B into C എന്ന് എടുത്തു. ഓക്കെ, B into C. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ഈ സംഭവത്തിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. പിന്നെ വരുന്നത് എന്താണ്? D ഡിവൈഡഡ് ബൈ ആണ് അല്ലെ. D ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഡിവൈഡഡ് ബൈ ഫസ്റ്റിൽ വരണം, അത് കഴിഞ്ഞിട്ട് D വരണം അല്ലെ. അങ്ങനല്ലേ വരണ്ടേ? അപ്പൊ ഇത്രയും സംഭവം വീണ്ടും കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ ഒരു A ഉണ്ട് അല്ലെ. A ബ്രാക്കറ്റിനകത്ത് B into C ഡിവൈഡ് ബൈ D ഇതൊരു ടേം ആണ്, ഇതൊരു ടേം ആണ്. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്? പ്ലസ് ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്, മൈനസ് മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് നമ്മൾ പ്രിഫറൻസ് കൂടുതൽ കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു അല്ലെ. ഇനി വരുന്നത്
എന്താണ് ഈ പ്ലസ് മൈനസിന് ഈക്വൽ പ്രിഫറൻസ് ആണല്ലേ, അപ്പൊ അതനുസരിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ഈ പ്ലസിന് കൊടുക്കുന്ന എന്താണ് എ പ്ലസ് ഈ ടേം, അങ്ങനെയല്ലേ വരണ്ടേ? എ പ്ലസ് എങ്ങനെ പറഞ്ഞു ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡി അല്ലെ, ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡി അത്രയും കൊടുത്തു. ഇനി ചെയ്യാനുള്ളത് നമുക്കിത് ഇത്രയും സംഭവമാണ് ഇനി ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം മൈനസ് അല്ലെ, ഈ മൈനസിനെ ഫസ്റ്റിൽ എടുക്കാം. എന്നിട്ട് ഈ മൈനസ് എന്ന് പറയുന്നത് ഈ മൈനസ് എഫിന്റെ ആണ്, കണ്ട. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാല് ഈ പ്ലസ് കഴിഞ്ഞ് എ പ്ലസ് ഈ ടേം അത് കഴിഞ്ഞു, പിന്നെ വരുന്ന എന്താണ് ഈ എഫ് മൈനസ് അല്ലെ, ഈ മൈനസ് എന്ന് പറയുന്നത് എന്താണ് ഈ മൈനസ് എഫിന്റെ ആണ് അല്ലെ, അതെടുത്തു. അതിനുശേഷം വീണ്ടും ഒരു മൈനസ് ഉണ്ട്, അതെവിടെ കൊടുക്കും ഇവിടെ പറയും. അപ്പൊ ഈ എ പ്ലസ് ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡി മൈനസ് ഇ മൈനസ് എഫ്. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോഴും നമുക്ക് എന്ത് ചെയ്തു മാനുവൽ ആയിട്ട് നമുക്ക് ഇതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ നമ്മൾ 1-2 സ്റ്റെപ്പ് ഒന്നിച്ച് ചെയ്തു. അങ്ങനെ ചെയ്തില്ലെങ്കിലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ടേം ആയിട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇത് മാത്രം കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത ബ്രാക്കറ്റ്സ് കളയണമെങ്കിൽ എങ്ങനെ പറയാം എ പ്ലസ് ബി ഇൻറ്റു സി അല്ലെ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ഇ മൈനസ് എഫ്. കണ്ടോ, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്തായി നമുക്ക് റിസൾട്ട് ഇതിന്റെ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് മാനുവൽ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. ഒരു എക്സ്പ്രഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് ഇതിനെ ഇൻഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാം അല്ലെ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അല്ലെ ഇൻഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മറ്റേത് ഇവാലുവേഷൻ ആണ് അല്ലെ, ഇവാലുവേഷൻ ആയപ്പോൾ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ആൻഡ് പോപ്പ് ചെയ്തു. അതല്ലാതെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ ഇൻഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഒരു ചെറിയ വേർഡ്സിലെങ്കിലും നിങ്ങളത് അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.